അതെ, ഇതിൽ പെപ്പയുണ്ടല്ലോ, പെപ്പയുടെ പടവും വിജയിക്കട്ടെ. അങ്ങനെ ഒരുപാട് ചിത്രങ്ങളും എല്ലാ പടങ്ങളും ബിസിനസ് ആവാൻ വേണ്ടിയാണ്, വിജയിക്കാൻ വേണ്ടിയാണ് ഓണച്ചിത്രങ്ങളിൽ ഇറങ്ങുന്നത്. പക്ഷെ ഈ ഒരു ചിത്രം ഏതെങ്കിലും ഒരു വിന്നർ ഉണ്ടാവുമല്ലോ. ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു വിന്നർ ഉണ്ടാവുമല്ലോ. ആ ഒരു വിന്നർ ബാഡ് ബോയ്സ് ആവുന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ഫുൾ എന്റർടൈനർ ആണ്. നമ്മുടെ റഹ്മാൻഖയുടെ മികച്ച കഥാപാത്രം ഒമർ എന്ന സംവിധായകന്റെ പഴയ ട്രാക്ക്, അതായത് നമ്മുടെ ഹാപ്പി വെഡിങ് ചങ്സ് ഒക്കെ ചെയ്ത ആ ഒരു ഫുൾ കോമഡി, അത് ഈ ഒരു പടത്തിലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അദ്ദേഹവും ഈ ഒരു പടത്തിലൂടെ പഴയ രീതിയിൽ തിരിച്ചെത്തി എന്നുള്ളത് സന്തോഷം. തീർച്ചയായിട്ടും ഓരോ പടപടപടയെന്നും പറഞ്ഞാണ് ഓരോ സീനുകളും പോകുന്നത്. ഒട്ടും ലാഗില്ലാത്ത രീതിയിലാണ്. പിന്നെ നമ്മുടെ ഇവിടെ റിവ്യൂ ഒക്കെ പറയുന്ന ആറാട്ടന് അതേപോലെ അലിൻ ജോസിനെയൊക്കെ ചെറിയ സീനുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ കണ്ടപ്പോ ഫുള്ള് എല്ലാവർക്കും അവസരം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആരെയും അതിന് ഇതിന് ഈ പടത്തിൽ തന്നെ പറയുന്നുണ്ട്, ആർക്കില്ലെങ്കിൽ ഒമർക്ക് ഉണ്ടെന്ന് പറയാ, അവർക്ക് ചാൻസ് കൊടുക്കാന്ന് പറയാം. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് അദ്ദേഹം ചാൻസ് കൊടുത്തിട്ടുണ്ട്. ബാബു ആന്റണിയുടെ കാര്യം പറയാൻ പറഞ്ഞത്, ബാബു ആന്റണി എന്ന് പറഞ്ഞാൽ ആവേശം. നമ്മള് ഈ കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ തന്നെ ഓണത്തിന് അദ്ദേഹത്തിന്റെ ആ RDXിലെ പ്രകടനം കണ്ട് കൈയടിച്ച ആളുകളാണ് നമ്മൾ. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ഒരു പവർഫുൾ ആണ്. തീർച്ചയായിട്ടും സംവിധായകൻ അദ്ദേഹത്തെ ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നപ്പോ അത് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു 2020